അറിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് സ്വാതിയോട് പറയാൻ പറ്റില്ല. പറയണ്ടെന്നാ ഏട്ടത്തി പറഞ്ഞത്. കണ്ണേട്ടൻ മേഘേട്ടനെ കാണാനല്ലേ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ട് പോയത്? അവിടെ പിന്നെ എന്താ സംഭവിച്ചത്? ഒന്നും അറിയത്തില്ല മോളെ. ഇനി കണ്ണം വന്നെങ്കിൽ മാത്രമേ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റൂ. മേഘൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാണെന്നല്ലേ വാമേട്ടൻ പറഞ്ഞത്. ഇനി ഏട്ടത്തി അവിടെ ചെന്നിട്ട് വിളിക്കുമായിരിക്കും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. മേഘൻ ഇത് കഷ്ടകാലമാ മോളെ. എങ്ങോട്ട് തിരിഞ്ഞാലും അവന് പരിക്കു പറ്റുവാ. ആ തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയിട്ട് ശരീരമൊക്കെ ഒന്ന് നേരെയാക്കി വന്നതാ. അപ്പോഴാ അടുത്ത തല്ലുകൊള്ളുന്നത്. മേഘേട്ടൻ പോകുന്നതും വരുന്നതും ഒക്കെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടമ്മേ. അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നെ. കണ്ണനൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തില് കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ അതുകൊണ്ട് മെച്ചം ഉണ്ടാവുന്നത് ആ മഹാലക്ഷ്മിക്കാ. അവളാണല്ലോ നിയമപ്രകാരം അവന്റെ ഭാര്യ. ഇപ്പോഴും അവര് ബന്ധം പിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കണ്ണനില്ലാതായ സ്വത്തുക്കള് മൊത്തത്തിൽ വിഴുങ്ങാവുന്നേ അവൾക്ക് ആരെങ്കിലും ഉപദേശങ്ങൾ നൽകുന്നുണ്ടായിരിക്കും. ഇന്നലെ വരെ കണ്ണൻ മരിക്കുന്നത് നമുക്കൊക്കെ സന്തോഷമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല മോളെ. അവൻ ജീവിച്ചിരിക്കണം. കണ്ണനുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ നമുക്ക് വന്നു ചേരുന്നത് വരെ. അത് കഴിഞ്ഞു പിന്നെ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ നടക്കണമെങ്കിൽ മേഘേട്ടൻ ജീവനോടെ ഇരിക്കണം. അമ്മയ്ക്കറിയാലോ അമ്മയുടെ മോന്റെ കാര്യം. ഉണ്ണിയേട്ടനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മേഘേട്ടനും എന്റെ അച്ഛനും വിചാരിക്കണം. ഒരു കുഴപ്പമില്ലാതെ മേഘേട്ടൻ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയാ മതിയായിരുന്നു. ദൈവമേ, എന്റെ ദൈവമേ. ബന്ധുക്കൾ ആരെങ്കിലും വന്നോ? ഇല്ല സർ. ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ട് മതി ബാക്കിയെല്ലാം. അയ്യോ ഡോക്ടറെ, ഞാൻ അകത്ത് കിടക്കുന്ന മേഘന്റെ അമ്മയാ. ഓ, എങ്ങനെയുണ്ട് സാറേ എന്റെ മോന്? എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാ അയാൾക്ക് ബോധമൊന്നുമില്ല. അയ്യോ, ബ്ലഡൊക്കെ ഒരുപാട് പോയി. തലയ്ക്കാ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. കണ്ടീഷൻ വളരെ മോശമാണ്. അയ്യോ ഡോക്ടറെ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ബ്ലഡൊക്കെ വേണ്ടി വരും. അതൊക്കെ അറേഞ്ച് ചെയ്യണം. ശരി ഡോക്ടറെ. എങ്ങനെയുണ്ട് ഡോക്ടറെ മേഘന്? അത് തന്നെയാ അയാളുടെ അമ്മയോടും പറഞ്ഞുകൊണ്ട് നിന്നത്. വളരെ പരുങ്ങലിലാണ് കാര്യങ്ങൾ. മോനെ, ബ്ലഡൊക്കെ വേണോന്നാ പറയുന്നേ. സാരമില്ലമ്മായി, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. എന്താ മോനെ സംഭവിച്ചത്? നിനക്കൊപ്പുവാ പുറത്തോട്ട് പോയതെന്ന് ദുർഗ വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ആ അതെ, ഞങ്ങൾ ഒന്നിച്ചാ പോയത്. അതിനിടയ്ക്ക് ആ മാർക്കോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു. അവിടെ വെച്ച് മാർക്കോയും മേഘനും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇങ്ങോട്ട് വന്നിട്ട് കുറെ നേരമായി. അവനെ പറഞ്ഞു വിട്ടത് അവളായിരിക്കും, എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട്. ആരെ പറഞ്ഞു വിട്ടേന്നൊന്നും അറിയില്ല. എന്തായാലും കൃത്യസമയത്ത് മാർക്കോ അവിടെ എത്തി. ഞാൻ പിന്നെ വീൽ ചെയറിലല്ലേ അമ്മായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആളും പേരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് എന്നെ കൊണ്ടുപോയത്. അതുകൊണ്ടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വൈകിയത്. വഴിയിൽ കൂടെ വന്ന 2 ആൾക്കാരോട് പറഞ്ഞപ്പോ അവരാദ്യം കൊണ്ടുപോയത് വേറെ ഏതോ ഹോസ്പിറ്റലിലേക്കാ. അത് കഴിഞ്ഞിട്ടാ ഇവിടെ എത്തിച്ചത്. ഞാൻ പിന്നെ സുമേഷ് ഏട്ടനെ വരുത്തി ഇങ്ങോട്ട് വരികയായിരുന്നു. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ഏതായാലും അമ്മായി ടെൻഷൻ ആവണ്ട.